ഏവർക്കും നിയാസ് മസ്കൻ ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന നിയമസഭ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ വോട്ടർ പട്ടികയിലെ വ്യക്തിഗത വിവരങ്ങൾ തിരുത്തൽ വരുത്തുന്നതിനായി എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ NVSP.in എന്ന സൈറ്റിൽ പ്രവേശിക്കുക. NVSP.inൻ്റെ പോർട്ടലിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ് എന്നും അതിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ നാം ഏവരും നിയാസ് മസ്കൻ ചാനലിൻ്റെ മുൻ വീഡിയോകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഓൾറെഡി നാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ ലോഗിൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂസർ നെയിം ആകുന്ന മൊബൈൽ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക, തുടർന്ന് തന്നിട്ടുള്ള ക്യാപ്ച എൻ്റർ ചെയ്യുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന ഈ പേജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടതുവശത്ത് മുകൾ ഭാഗത്ത് വെൽക്കം, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു എന്ന് ചോദിച്ചിരിക്കുന്നതിൻ്റെ നേരെ താഴെ ഫ്രഷ് ഇൻക്ലൂഷൻ, മൈഗ്രേഷൻ ടു അനദർ പ്ലേസ്, കറക്ഷൻ ഇൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. കറക്ഷൻ ഇൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടേതാണോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെതാണോ കറക്ഷൻ വരുത്തേണ്ടത് എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ സ്വന്തമാണ് എങ്കിൽ സെൽഫ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു പേജിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ പേജിൻ്റെ ഏറ്റവും മുകളിലായി ഹിന്ദി അല്ലെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, ഇതിൽ നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാകുന്നു. അങ്ങനെ ഫോം നമ്പർ 8 എന്ന പേജിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇവിടെ ചോദ്യം കേരള ഓൾറെഡി വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴേക്ക് വരുമ്പോൾ നമ്മുടെ പേര് ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യപ്പെടും. നമ്മുടെ പാർട്ട് നമ്പർ, വോട്ടർ പട്ടികയിലെ പാർട്ട് നമ്പർ, അതുപോലെ സീരിയൽ നമ്പർ, ഇലക്ടറൽ റോളിലെ നമ്മുടെ ID കാർഡിൻ്റെ നമ്പർ എന്നുള്ളവ കാണും. തുടർന്ന് നമ്മളോട് ചോദിക്കുന്നത് പ്ലീസ് ടിക്ക് ദ എൻട്രി വിച്ച് ഈസ് ടു ബി കറക്റ്റഡ്. നമ്മുടെ ഈ എൻട്രിയിൽ ഏതാണ് കറക്റ്റ് ചെയ്യേണ്ടത്? പേരാണോ, ഫോട്ടോഗ്രാഫാണോ, ഫോട്ടോ ID കാർഡിലെ നമ്പറാണോ, അഡ്രസ്സാണോ, ഡേറ്റ് ഓഫ് ബർത്ത് ആണോ ചേഞ്ച് ചെയ്യേണ്ടത്? വയസ്സ്, നെയിം ഓഫ് റിലേറ്റീവ്, ടൈപ്പ് ഓഫ് റിലേഷൻ, ജെൻഡർ, ഇവയിൽ ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഡ്രസ് ആയത് കാരണം അത് ക്ലിക്ക് ചെയ്യുകയാണ്. തുടർന്ന് നമ്മൾ അല്പം കൂടി താഴേക്ക് പോകുമ്പോൾ കറക്റ്റ് ദ പർട്ടിക്കുലേഴ്സ് ഇൻ എൻട്രി ടു ബി കറക്റ്റഡ് ആസ് ഫോളോസ്. നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട വിഷയം എന്താണോ അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹൗസ് നമ്പർ, അഡ്രസ് ആകുമ്പോൾ ഹൗസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പുതിയ സ്ട്രീറ്റ്, ഏരിയ, ലൊക്കാലിറ്റി, റോഡ് നെയിം കൊടുക്കുക. തുടർന്ന് നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ പോസ്റ്റ് ഓഫീസ്, തൊട്ടുതാഴെ പിൻകോഡ്, തൊട്ടുതാഴെ ഡിസ്ട്രിക്റ്റ് എന്നിവ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ അഡ്രസ്സിനെ സംബന്ധിച്ചുള്ള കറക്ഷനാണ് നമ്മൾ മുകളിൽ സെലക്ട് ചെയ്തത് എങ്കിൽ ആ അഡ്രസ്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം നാം നൽകിയാൽ മതിയാകും. മറ്റുള്ള ഓപ്ഷനുകളൊന്നും തന്നെ നമുക്ക് കൊടുക്കുവാൻ കഴിയാത്ത വിധം
ലോക്കായിരിക്കും. തുടർന്ന് നമ്മുടെ അഡ്രസ് സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻ്റ് പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ബ്രൗസ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത് ആ ഫോൾഡറിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ പേരെന്താണോ അത് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. തുടർന്ന് ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്യുക. പ്ലേസ്, തുടർന്ന് ക്യാപ്ച എൻ്റർ ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ എല്ലാ എൻട്രീസും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സ് നടന്നുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകും.